+1 ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് +1ലേക്ക് എത്തിയിരിക്കുകയാണ്. 10 വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ +1ൽ ഞാനിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 ബ്രാഞ്ചസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കെമിസ്ട്രിയാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് +1ൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ +1ൽ പഠിക്കാനുള്ള കെമിസ്ട്രിയുടെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറയാം. കെമിസ്ട്രിയിൽ ടോട്ടലി നമുക്ക് 14 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് +1ൽ. +2 എത്തുന്ന സമയത്ത് ഇത് 16 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ +1ഉം +2നും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ട്. പക്ഷേ +1ന് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവില്ല. +2നാണ് പ്രാക്ടിക്കൽസിന്റെ എക്സാം വരുന്നത്. സോ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. തിയറി എക്സാം വരുന്നത് +1ന് 60 മാർക്കിനും +2നും 60 മാർക്കാണ്. ദെൻ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്കും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ടോട്ടലി 3 കാര്യങ്ങൾ ചേർന്നതാണ് നിങ്ങളുടെ +1 +2 ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ +1 കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. 10ാം ക്ലാസ് വരെ നിങ്ങൾ ആറ്റത്തെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, ഒരു കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ബ്രീഫായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമുക്ക് +1ലും +2ലും പഠിക്കാനുള്ളത്. ഇത് കൂടാതെ മറ്റു കുറച്ച് ടോപ്പിക്സ് കൂടെ വരും. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് +1ഉം +2ഉം കെമിസ്ട്രി. പിന്നെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് മാറും എന്നതേ ഉള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ മീഡിയം എന്ന് പറയുന്നത് നിങ്ങളൊരു 4-5 മാസം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ സാധിക്കും. നമ്മൾ എഴുതുന്നത് ശരിക്കും സയൻസ് ആണ്. നമ്മൾ എഴുതേണ്ടതും അതിന്റെ സയന്റിഫിക് പോയിന്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ അവിടെ നിങ്ങൾ ഗ്രാമർ നോക്കി വളരെ പെർഫെക്റ്റ് ആയിട്ടോ അങ്ങനെയല്ല. നിങ്ങൾ ഗ്രാമറിലേക്ക് നോക്കേണ്ട കാര്യം അവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ സയൻസിലേക്ക് നോക്കി എഴുതുക. അവിടെ സയൻസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. സയന്റിഫിക് പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടുന്നത്. സോ ഞാനിവിടെ +1 കെമിസ്ട്രിയിലെ ടോട്ടൽ ചാപ്റ്റേഴ്സിലേക്ക് ഒന്ന് പോകാം. ശ്രദ്ധിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 വരെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് രൂപമാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഇതിൽ കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലോസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം, അതെന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ പലതരം ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ മാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വെയിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ സിമിലാരിറ്റി എന്താണ്. അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെ ഹീറ്റ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ പറയാൻ പറ്റും, ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയാൻ പറ്റും, ടെമ്പറേച്ചറിനെ കെൽവിനിൽ പറയാൻ പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതൊക്കെ. അപ്പൊ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്. അതുപോലെ മോൾ കൺസെപ്റ്റ് വരുന്നത് ഈ ചാപ്റ്ററിലാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് മോൾ കൺസെപ്റ്റ്. സോ എന്താണ് മോൾ കൺസെപ്റ്റ്? അപ്പോൾ ഈ മോൾ കൺസെപ്റ്റ് വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ എന്താണ് എംപിരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല, ഇവ തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് എങ്ങനെ മോളിക്കുലാർ ഫോർമുലയിലേക്ക് എത്താൻ പറ്റും. ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ പുതിയതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ ഇതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നമുക്ക് ചാപ്റ്റർ എടുത്ത് തുടങ്ങുമ്പോൾ പറയാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ കൂട്ടുക. എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. സോ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അതുപോലെ ലിമിറ്റിംഗ് റിയേജന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. പിന്നെ ഒരു സൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ അതിന്റെ ഗാഢത, അത് അളക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, സോ അതെന്തൊക്കെയാണ്? നോർമാലിറ്റി, ഓക്കെ, മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. അതിൽ നോർമാലിറ്റി ഇവിടെ കാര്യമായിട്ട് പഠിക്കാനില്ല.
മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ നന്നായിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇത് ഇത്രയും ചേരുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ടോട്ടലി ഉള്ളൊരു ബേസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ നേരെ +1ലേക്ക് കയറുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു റൂട്ടാണ് ശരിക്കും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഭൂരിഭാഗവും ഒരു 50% കാര്യങ്ങളും ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താ? സ്ട്രക്ചർ ഓഫ് ആറ്റം, അറ്റോമിക് സ്ട്രക്ചർ. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ പഠിക്കണം. എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ ശരിക്കും ആറ്റത്തിന്റെ ഹിസ്റ്ററി മുതൽ നിങ്ങൾ പഠിക്കണം. അതായത് ആറ്റത്തിന്റെ അകത്തുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ആറ്റത്തിനെക്കാളും ചെറിയ കണികകളാണ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടത്, എങ്ങനെയാണ് പ്രോട്ടോൺ ഡിസ്കവറി, എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ഡിസ്കവറി, എങ്ങനെയാണ് ന്യൂട്രോണിന്റെ ഡിസ്കവറി, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. തുടക്കത്തിൽ അതൊരു പാർട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൈൻഡിങ്സ്, അതിന്റെ പോയിന്റ്സ് ഒക്കെ നമുക്ക് പഠിക്കണം. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പോയിന്റ്സും, എസ്പെഷ്യലി അതിന്റെ ഡിസ്കവറിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ ആറ്റം മോഡൽസ് പഠിക്കണം. അതായത് ഈ പ്രോട്ടോൺ, ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവ എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ കാണപ്പെടുന്നത്, ആറ്റത്തിന്റെ ഏതൊക്കെ ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്, അതൊക്കെ വെച്ചിട്ട് ഓരോ മോഡൽ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ബോർ മോഡൽ വരെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലുണ്ട്, ബോർ മോഡൽ. ഓക്കെ, അത് കഴിഞ്ഞ ഏറ്റവും പുതിയൊരു മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞിട്ട് വരും. അതൊക്കെ ഈ ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവില്ല, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് തിയറീസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. തിയറീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലോസ് ഉണ്ട്, കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഹെയ്സൻബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതൊക്കെ പേര് വലുതായിട്ടുള്ളൂ, ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചില റൂൾസ്, ഇലക്ട്രോൺ ഫില്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് റൂൾസ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. എസ്പെഷ്യലി തിയറി കുറേ ഉള്ളൊരു ടോപ്പിക്കാണ്, വലിയൊരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. പക്ഷെ കുറേ തിയറിയാണ്, പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. എന്ന് വെച്ചാൽ എക്സാമിന് കുറച്ച് അധികം മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ എടുത്താൽ അത് ഏത് മെയിൻ ഷെല്ലിൽ, ഏത് സബ് ഷെല്ലിൽ, ഏത് ഓർബിറ്റലിൽ, ഏത് സ്പിന്നിൽ കിടക്കുന്നു എന്ന് വരെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന കുറച്ച് ടേംസ്, കുറച്ച് നമ്പേഴ്സ് ആണ് ശരിക്കും ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രിൻസിപ്പിൾസ്, റൂൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെക്ട്രം പഠിക്കാനുണ്ട്, ഹൈഡ്രജൻ സ്പെക്ട്രം. നിങ്ങൾ ആകെ കണ്ടിട്ടുള്ള ഒരു സ്പെക്ട്രം എന്ന് പറയുന്ന മഴവിൽ ഒരു സ്പെക്ട്രത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഹൈഡ്രജൻ സ്പെക്ട്രം, ഹൈഡ്രജൻ കാണിക്കുന്ന സ്പെക്ട്രം ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് കണ്ടുപിടിച്ചത് നീൽസ് ബോർ ആണ്. ഓക്കെ, സോ പിന്നെ കടന്നിട്ട് ചാപ്റ്ററിൽ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റ്, അതായത് നമ്മുടെ ആറ്റത്തിന്റെ ഏറ്റവും പുതിയൊരു കൺസെപ്റ്റാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ വെച്ചിട്ട്, ആ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് വേവ് ഫംഗ്ഷൻ, അങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ആറ്റത്തിനെ പറ്റി ടോട്ടലി പഠിക്കാനുള്ളൊരു ചാപ്റ്റർ, ആറ്റത്തിന്റെ ഹിസ്റ്ററി തുടങ്ങി ഇന്ന് ആറ്റ മോഡൽ ഏതുവരെ എത്തി നിൽക്കുന്നു അതുവരെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്താ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം. എന്താണ് തേർഡ് ചാപ്റ്റർ? തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ്. പീരിയോഡിക് ടേബിളിന്റെ പല ഫോംസ്, അതിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ എന്താണ്, അതൊക്കെ പഠിച്ച ശേഷം നമ്മൾ ഓരോ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പഠിക്കും. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി, അയോണീകരണ ഊർജം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്, ഇതൊക്കെ ഗ്രൂപ്പിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു, പീരിയഡിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു, എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി, എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി, ഓക്കെ, എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് ഒരു പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് പ്രോപ്പർട്ടീസ്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബേസിക് പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ 100ന് ശേഷം അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ്സിനെ 9 ചെയ്യാനൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചേക്കുക. പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിക്കാനൊരു ചാപ്റ്റർ നമുക്കുണ്ട്. ഓക്കെ, സോ മോൾ കൺസെപ്റ്റ് പഠിക്കുന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ആറ്റത്തെ പറ്റി പഠിക്കുന്നതായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ദെൻ പീരിയോഡിക് ടേബിൾ ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്നതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ.
ആൻഡ് ദ ഫോർത്ത് ചാപ്റ്റർ ഈസ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ്ങിനെ പറ്റി പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ അകത്ത് എസ്പെഷ്യലി കെമിക്കൽ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പല ടൈപ്പ്, നിങ്ങൾ അയോണിക് ബോണ്ട് പഠിച്ചിട്ടുണ്ടാവും, കോവാലന്റ് ബോണ്ട് പഠിച്ചിട്ടുണ്ടാവും, അയോണിക് ബന്ധനമുണ്ട്, അതുപോലെ തന്നെ സഹസംയോജക ബന്ധനമുണ്ട്. അയോണിക ബന്ധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണിക് ബോണ്ട്, സഹസംയോജക ബന്ധനം എന്ന് വെച്ചാൽ കോവാലന്റ് ബോണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കോവാലന്റ് ബോണ്ടിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് വഴി ഉണ്ടാകുന്ന ബോണ്ട്സിനെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ പഠിക്കണം. എസ്പെഷ്യലി കുറച്ച് ടേംസ് ഞാൻ പറയാം. ഈ ടേംസ് നിങ്ങൾ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് കേട്ട് വെച്ചേക്കുക എന്നേ ഉള്ളൂ. എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം മാത്രം ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഫോർമൽ ചാർജ് എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. ഓക്കെ, ഫോർമൽ ചാർജ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഒരു ആറ്റത്തിൽ വരാൻ ചാൻസ് ഉള്ള ചാർജ്, അതാണ് ഫോർമൽ ചാർജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ വരാം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ബാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്ന ഒരു ടേം പഠിക്കുന്നുണ്ട്, ഒരു തിയറി പഠിക്കുന്നുണ്ട്. ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറി എന്ന് പറയുന്ന ഒരു തിയറി പഠിക്കുന്നുണ്ട്. ആ തിയറി ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പഠിക്കുന്നുണ്ട്. ഷേപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഒരു പേപ്പറിന്റെ പ്ലെയിനിൽ വരയ്ക്കുന്ന ഷേപ്പ് അല്ല, ഒരു പേപ്പറിൽ വരയ്ക്കുന്ന ഷേപ്പ് അല്ല, അതിന്റെ 3D ഷേപ്പ് എങ്ങനെ വരും. കുറെ ഷേപ്പിലാണ് നമ്മൾ ഈ കാണുന്ന മോളിക്യൂൾസ് ഒക്കെ കാണുന്നത്. ഇപ്പൊ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ എന്ന് പറയുമ്പോൾ H2O വെറുതെ ഒരു ഓക്സിജനും 2 ഹൈഡ്രജനോട് ചേർന്നിരിക്കുകയല്ല ചെയ്യുന്നത്. അതിന് ഡെഫിനറ്റ് ഒരു ഷേപ്പ് ഉണ്ട്. അതിന്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പാണ്. നടുക്ക് ഓക്സിജനും ചുറ്റിനും 2 ഹൈഡ്രജനും വരുന്ന ഷേപ്പാണ് H2O. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മോളിക്യൂൾസിന്റെ ഷേപ്പുകൾ പഠിക്കുക. ആ ഷേപ്പിന്റെ പേര് നിങ്ങൾ പഠിക്കും. ഇപ്പൊ ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ് എന്നാണ് H2O ഷേപ്പ്. അതുപോലെ CH4 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 10ാം ക്ലാസ്സിലൊക്കെ. മീത്തൈൻ എന്ന് പറയുന്ന മോളിക്യൂള്, അതിന്റെ ഷേപ്പ് ടെട്രാഹീഡ്രൽ എന്ന് പറയുന്ന ഷേപ്പാണ്. അപ്പൊ ഈ ഇങ്ങനെ കുറെ ഷേപ്പ് പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം പഠിക്കും, ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ പഠിക്കും. ഓക്കെ, എന്താണെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതൊന്നും. ദെൻ അത് കഴിഞ്ഞിട്ട് ബോണ്ട് ഓർഡർ എന്താണ് എന്ന് പഠിക്കും. മോളിക്കുലർ ഓർബിറ്റൽ തിയറി അല്ലെങ്കിൽ അത് വെച്ചിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കും. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പഠിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്ന് പഠിക്കാം, എത്ര ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പഠിക്കും. ഇത് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. 5th ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിലേക്ക് കേട്ടിട്ടുള്ളതായിരിക്കും. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് വെച്ചാൽ മാറ്ററിന്റെ അവസ്ഥകൾ, ദാറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, എസ്പെഷ്യലി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റിയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ലോസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഏതൊക്കെയാ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, അതുപോലെ ഗേ-ലുസാക്ക് എന്ന് പറയുന്ന ഒരു ലോ ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതുപോലെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് പഠിക്കാനുണ്ട്. പിന്നെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ചില സെക്കൻഡറി ബോണ്ട് ഫോഴ്സസിനെ പറ്റി പഠിക്കണം. സെക്കൻഡറി ബോണ്ട് ഫോഴ്സസ് എന്ന് വെച്ചാൽ നമ്മുടെ കോവാലന്റ് ബോണ്ട്, അയണിക് ബോണ്ട്, അതിനേക്കാളൊക്കെ വീക്ക് ആയിട്ടുള്ള കുറെ ബോണ്ടുകളുണ്ട്. അതിനെയാണ് നമ്മൾ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ടൈപ്പ് ഓഫ് ഫോഴ്സസിനെ പറ്റിയൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമുക്ക് സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി ഇങ്ങനെയുള്ള ടേംസും കൂടെ പഠിക്കണം. സോ ഇങ്ങനെ എസ്പെഷ്യലി ഭൂരിഭാഗവും ഗ്യാസുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്, അതിന്റെ ലോസ്, ഇതൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് 5th ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. 6th ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ചാപ്റ്ററാണ്. അതായത് ഹീറ്റ് വർക്കുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, വർക്ക് എനർജി റിലേഷൻ ഉള്ള ചാപ്റ്ററാണ്. ചാപ്റ്റർ പഠിക്കാനുള്ളത് പല ടൈപ്പ് എനർജി ഫോംസിനെ പറ്റിയാണ്. പുതിയ കുറെ വേർഡുകൾ നിങ്ങൾ ഇതിൽ കേൾക്കും. ഓക്കെ, കുറെ പ്രോപ്പർട്ടീസ് കേൾക്കും. തുടക്കത്തിലെ ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഈ എക്സാംസിനൊക്കെ ചോദിച്ചതാണ്. ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. പിന്നെ എനർജിയുടെ പല ഫോംസ്, എൻതാൽപ്പി, എൻട്രോപ്പി, ഇന്റേണൽ എനർജി, ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ ഫിസിക്സിൽ ഫിസിക്കൽ ആസ്പെക്ട് പഠിക്കും, കെമിസ്ട്രിയിൽ നമ്മൾ പല എനർജി ഫോംസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻസ്, അതുപോലെ പ്രോബ്ലംസ് ഒക്കെ പഠിക്കും. ഓക്കെ, ഇതിന്റെ അകത്തൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്, ദാറ്റ് ഈസ് തെർമോ കെമിസ്ട്രി എന്ന് പറയും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ്,
തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത, അതായത് ഒരു റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി ചേഞ്ച് നമ്മൾ എടുത്തു പറയുന്നതാണ് കുറച്ച് റിയാക്ഷൻസ്. അതൊക്കെ തെർമോകെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഒരു റിയാക്ഷൻ ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനെയും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നു. വാട്ടർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്തുമാത്രം എനർജിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, ആ എനർജിയും കൂടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെർമോകെമിക്കൽ റിയാക്ഷനായി ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻ എന്നാണ് നമ്മൾ ആ എഴുതുന്ന റിയാക്ഷൻ പ്ലസ് എനർജിയും കൂടെ നമ്മൾ ചേർത്താൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആദ്യമായിട്ട് പഠിക്കുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, നമുക്ക് ചാപ്റ്റർ എടുക്കുന്ന സമയത്തൊക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ടെസ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് 2 ടെസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടെസ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ 2 ടൈപ്പ്, കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം പഠിക്കാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രിൻസിപ്പിളൊക്കെ പഠിക്കാറുണ്ട്. ദാറ്റ് ഈസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ രാസസന്തുലനാവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് ഒരു റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുന്നു, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആവുന്നു. ആ 2 വേഗതയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എന്തിൽ ഇക്വിലിബ്രിയത്തിലായി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് റിയാക്ഷൻസിനെ പറ്റി അതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എൻ്റെ ഇക്വിലിബ്രിയം. ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് പഠിക്കണം. എന്ന് വെച്ചാൽ അതുകൊണ്ടൊരു റിയാക്ഷനിൽ കൂടുതൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നമുക്കൊരു റിയാക്ഷനിൽ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. പിന്നെ ഇതിൽ പല ടൈപ്പ് ആസിഡ് ബേസ്ഡ് കൺസെപ്റ്റ്സ് ഉണ്ട്. ഒരു ആസിഡിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അത് പല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ലൂയിസ് കൺസെപ്റ്റ്, അറീനസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി കൺസെപ്റ്റ്, ഇങ്ങനെ പല കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ്സ് എല്ലാം നമുക്ക് പഠിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് pH വാല്യൂ, ഒരു ആസിഡിന്റെ അസിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതാണ് pH വാല്യൂ. ആ pH വാല്യൂവിനെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. pH വാല്യൂ ബേസ് ചെയ്ത പ്രോബ്ലംസ് പഠിക്കണം. ബഫർ സൊല്യൂഷൻസ് എന്താണ് എന്നുള്ളത് പഠിക്കണം. എന്താണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പഠിക്കണം. എന്താണ് സോല്യൂബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പഠിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേംസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഫസ്റ്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററിന്റെ അകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളത് നമുക്ക് ആ ചാപ്റ്ററിന്റെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും പിന്നീട് പഠിക്കാം. നിങ്ങൾ നോക്കേണ്ട ആ ചാപ്റ്റർ ഏത് ഏരിയയിൽ വരുന്നതാണ്, നിങ്ങൾ അതിനെപ്പറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഞാൻ ഈ പറഞ്ഞത് ഇത്രയും ടേംസ് ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഈ ടേംസ് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് എത്രയാണ്? സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ തുടങ്ങി ഇക്വിലിബ്രിയത്തിൽ എൻഡ് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്തിനാ ബേസ് ആണ് പഠിച്ചത്. സെക്കൻഡ് ചാപ്റ്ററിൽ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. തേർഡ് ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് പഠിച്ചത്. ഫോർത്ത് ചാപ്റ്ററിൽ ഒരു ബോണ്ടിനെ പറ്റിയാണ് പഠിച്ചത്. ഒരു ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റിയാണ് പഠിച്ചത്. ഫിഫ്ത്ത് ചാപ്റ്ററിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് പഠിച്ചത്. നമ്മുടെ വസ്തുക്കളുടെ പല ഫോംസിനെ പറ്റി, അതിൽ എസ്പെഷ്യലി നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. സിക്സ്ത് ചാപ്റ്റർ തെർമോഡൈനാമിക്സ്, അതായത് എനർജി ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. സെവൻത് ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറഞ്ഞത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ, ഒരേ റേറ്റിൽ നടക്കുന്ന ഒരേ സ്പീഡിൽ നടക്കുന്ന ടൈപ്പ് റിയാക്ഷൻസിനെ പറ്റി പഠിക്കാനുള്ളത്. സോ ഇത് ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് ടെസ്റ്റിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിൽ പഠിക്കാനുള്ളത് എന്താണ് ഓക്സിഡേഷൻ, ഓക്സീകരണം എന്താണ്, നിരോക്സീകരണം റിഡക്ഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അതെന്താണ് എന്നുള്ളത് നമ്മൾ ഇതിൽ പഠിക്കണം റിഡോക്സ് റിയാക്ഷൻസിൽ. അതിൽ പ്രധാനമായിട്ട് പല ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ അതിൻ്റെ അകത്ത് ഒരു സംയുക്തം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, പിന്നെ ഒരു റിഡോക്സ് ഇക്വേഷനെ നമ്മൾ 2 രീതിക്ക് ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഒരു റിഡോക്സ് ഇക്വേഷൻ എടുത്താൽ അതിന് 2 മെത്തേഡിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഒരു 5 സ്റ്റെപ്പ് വഴി നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കും. അതിന് നമ്മൾ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് റിഡോക്സ് റിയാക്ഷൻസിന്റെ 2 മെത്തേഡ്സിൽ ഒന്ന് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് എന്ന് നമ്മൾ പറയും. അയോൺ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയും. 2 ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്നും പറയും. ഇങ്ങനെ 2 മെത്തേഡ് യൂസ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ബാലൻസ് ചെയ്യുന്നതിന് നല്ല രീതിക്ക് മാർക്കിനെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ അതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡാനിയൽ സെല്ലിനെ പറ്റി പഠിച്ച് ആ ചാപ്റ്റർ തീർക്കും. ഓക്കെ, അതായത് റിഡോക്സ് റിയാക്ഷൻസിനെ പറ്റിയാണ്. ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ പറ്റിയാണ് നമ്മൾ 8ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. 9ാമത്തെ ചാപ്റ്റർ ഹൈഡ്രജൻ. ആ പേര് പോലെ തന്നെ ഹൈഡ്രജനെ പറ്റിയും അതുപോലെ H2 മോളിക്യൂളിനെ പറ്റിയും ഹൈഡ്രജൻ വരുന്ന കോമ്പൗണ്ട്സിനെ പറ്റിയും എസ്പെഷ്യലി വാട്ടർ അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ പറ്റിയും പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ, ഈ അപ്പൊ നമുക്കറിയാം ഇപ്പോൾ ജലാശയങ്ങളിലേക്ക് നമ്മുടെ കടലിലേക്ക് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറാണ്, നമ്മുടെ വീട്ടിലെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് വാട്ടറാണ്. അപ്പോൾ ഹാർഡ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്, സോഫ്റ്റ് വാട്ടർ എന്താണ്? ഹാർഡ് വാട്ടറും രണ്ട് തമ്മിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പൊ സോപ്പ് പതയാത്ത വെള്ളമാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്, സോപ്പ് പതയുന്ന വെള്ളമാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാർഡ്നെസ്സിന് കാരണം എന്തൊക്കെയാണ്, അതൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റി പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. എന്താണ് ഹെവി വാട്ടർ, D2O, ഡ്യൂട്ടീരിയേറ്റഡ് വാട്ടർ എന്താണെന്ന് നമ്മൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഹൈഡ്രജനെ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ചാൽ എസ് ബ്ലോക്കിൽ വരുന്ന കോമ്പൗണ്ട്സിനെ പറ്റി, അതുപോലെ അത് റിലേറ്റ് ചെയ്ത് വരുന്ന എസ് ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സിനെ പറ്റി, ആ എലമെന്റ്സ് വരുന്ന കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, എസ്പെഷ്യലി എസ് ബ്ലോക്കിൽ വരുന്ന ആരൊക്കെയാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻഷ്യം എസ് ബ്ലോക്കിൽ ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ആ എസ് ബ്ലോക്കിൽ വരുന്ന ആൾക്കാരും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോമ്പൗണ്ട്സും അതിനെ പറ്റി പഠിക്കുന്നതാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയും ഓക്കെ, അതിൽ വരുന്ന എലമെന്റ്സിനെ പറ്റി, ആ എലമെന്റ്സ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സിനെ പറ്റി എസ് ബ്ലോക്കിൽ അത് തന്നെ പഠിക്കാനുള്ള. എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയും ആ എലമെന്റ്സ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സിനെ പറ്റിയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പഠിച്ചത്. അതുപോലെ പി ബ്ലോക്കിൽ പി ബ്ലോക്ക് എലമെന്റ്സും. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിളിൽ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന ആൾക്കാർ: ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ, ആ ഒരു ഏരിയ വരുന്ന ആൾക്കാരാണ് എന്ത്, പി ബ്ലോക്ക് എലമെന്റ്സ്. ലാസ്റ്റ് ഇലക്ട്രോൺസ് അതിൽ വന്നു ചേരുന്നത് പി സബ്ഷെല്ലിലേക്കാണ്. ഈ സബ്ഷെൽ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. CBSE-കാർ ഒഴികെ ബാക്കി സ്റ്റേറ്റുകാരെല്ലാം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും സബ്ഷെൽ എന്താണെന്ന് ഉള്ളത്. അതൊക്കെ നമുക്ക് +1 ആദ്യമേ ബേസ് തൊട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, സോ അതിനെപ്പറ്റി പഠിക്കുന്നതാണ് എന്ത്, പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ പി ബ്ലോക്കായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കോമ്പൗണ്ട്സ് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാമോ, ഈ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് +1-ലും +2-ലും പഠിക്കാനുണ്ട്. അങ്ങനെ +1-ലും +2-ലും ഒരേ ചാപ്റ്റർ വരുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. +1-ൽ പഠിക്കാനുള്ളത് പി ബ്ലോക്ക് ആരൊക്കെയാ ഞാൻ പറഞ്ഞു: കാർബൺ, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. ഇതിൽ ബോറോൺ ആൻഡ് കാർബൺ ഫാമിലിയാണ് നമുക്ക് +1-ൽ പഠിക്കാനുള്ളത്. അപ്പൊ ബോറോണിന്റെ ആ ഗ്രൂപ്പ്, ഓക്കെ, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇന്ത്യൻ, താലിയം, ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയും, അതുപോലെ നെക്സ്റ്റ് ബോറോൺ കഴിഞ്ഞ് അടുത്ത് വരുന്ന കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സിനെ പറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും ഒക്കെ പഠിക്കുന്നതാണ് ഈ +1-ലെ പി ബ്ലോക്ക് എന്ന് പറയുന്നത്. +2-ൽ എത്തുമ്പോഴത്തേക്കും ഈ കാർബൺ, ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, അതിനപ്പുറത്തേക്ക് പഠിക്കുന്ന നൈട്രജന്റെ ഫാമിലി, അതുപോലെ ഓക്സിജന്റെ ഫാമിലി, ഹാലജന്റെ ഫാമിലി, നോബിൾ ഗ്യാസസ്, അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് +2-ലെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. വലിയ ചാപ്റ്ററാണ്. +2-ലെ ഏറ്റവും വലിയ ചാപ്റ്റർ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഓക്കെ, +1-ൽ പക്ഷേ നിങ്ങൾക്ക് ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ വന്ന് നോക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്ത 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് 12, 13 ആണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഇതിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് ആണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നൈമിങ്, അതിന്റെ ഐസോമറിസം, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെ എഴുതാൻ പറ്റും, അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റും, അതിന് ബോണ്ട് ലൈൻ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വരയ്ക്കുന്ന പല രീതിക്ക് വരയ്ക്കുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. നൈമിങ് പഠിക്കാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അതുപോലെ ഒരു റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ എന്നിങ്ങനെയുള്ള കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. എളുപ്പമുള്ള, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടേംസ് ആണ് ഇതൊക്കെ. അതുപോലെ ന്യൂക്ലിയോഫൈല്, ഇലക്ട്രോഫൈല് എന്നിങ്ങനെയുള്ള കുറച്ച് സ്പീഷീസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ചില മോളിക്യൂൾസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇതിന് പ്രാക്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് പഠിക്കാനുണ്ട്. പ്രാക്ടിക്കലി നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും,
ഇപ്പോൾ 2 ഓർഗാനിക് കോമ്പൗണ്ട് മിക്സ് ആയിരുന്നു കഴിഞ്ഞാൽ അതിന് ഒന്നിനെ മാത്രം എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതിന് ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്യാം, ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷർ, ക്രോമറ്റോഗ്രാഫി, ഇങ്ങനെ പല പല ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയൊക്കെ പറ്റി ഈ ചാപ്റ്ററിൽ പഠിക്കണം. അത് കുറച്ച് തിയറിയാണ്. പിന്നീട് അങ്ങോട്ട് നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് അതിന്റെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പഠിക്കണം. എന്ന് വെച്ചാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്താൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവും, ഇപ്പോൾ നൈട്രജൻ ഉണ്ടോ, അല്ലെങ്കിൽ ഹാലജൻ ഉണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പഠിക്കണം. അതെങ്ങനെ, എന്ത് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ അകത്ത് നൈട്രജൻ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ നെക്സ്റ്റ് ആ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ നൈട്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, എത്ര നൈട്രജൻ ഉണ്ട്, എത്ര ശതമാനം നൈട്രജൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ അങ്ങ് തീരും. ഇതാണ് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ്. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഓർഗാനിക് കെമിസ്ട്രിയുടെ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, ഈ 3 പേരുടെയും പ്രിപ്പറേഷൻ, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇത് 3 പഠിക്കുന്നതാണ് എന്ത്, ഹൈഡ്രോ കാർബൺസ്. നിങ്ങൾ +2-ന് 4 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അവിടെ ഇതേ ഫോർമാറ്റിലാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. ഏതിനെ പറ്റിയാണോ പഠിക്കുന്നത് അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ കെമിക്കൽ പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ ആൽക്കെയിനെ പറ്റി പഠിക്കുകയാണ്. ആൽക്കെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനുള്ള പല വഴികൾ ആൽക്കെയിൻസിനെ ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അത് ഉരുകുന്ന എത്ര ഡിഗ്രിയിലാണ്, അതായത് തിളയ്ക്കുന്ന എത്ര ഡിഗ്രിയിലാണ്, അതിന്റെ ബോയിലിംഗ് പോയിന്റ്, ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. അത് കുറച്ചേ ഉള്ളൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഈ ആൽക്കെയിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റെന്തൊക്കെ കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും, ഇതിനെ റിയാക്ടന്റ് ആയിട്ട് വെച്ചിട്ട് മറ്റെന്തൊക്കെ ഇമ്പോർട്ടന്റ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ അത് ഈ 3 കാര്യങ്ങളും നമുക്ക് ആൽക്കെയിൻസിനെ പറ്റിയും ആൽക്കീൻസിനെ പറ്റിയും ആൽക്കൈൻസിനെ പറ്റിയും ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഈസ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഈ എസ്എ കോമ്പറ്റീഷനൊക്കെ മെയിനായിട്ട് ചോദിക്കുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്താണ്, ആഗോളതാപനം എന്താണ്, ഓസോൺ പാളിക്ക് വിള്ളൽ വരുന്നത് എങ്ങനെയാണ്, അതുപോലെ ആസിഡ് റെയിൻ എന്താണ്, ഇതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ്, വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ തന്നെ അതിന്റെ റീസൺ, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ ഉണ്ടാകുന്നത്, വാട്ട് ഈസ് കോൾഡ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, എന്താണ് സ്മോഗ്, സ്മോക്കും ഫോഗും കൂടെ ചേരുന്നത്, ഫോഗ് എന്ന് വെച്ചാൽ മൂടൽമഞ്ഞും കൂടെ ചേരുന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കുറേ ടേംസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഇത്രയുമാണ് സെക്കൻഡ് ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിങ്ങളുടെ +2 ടോപ്പിക്സ് മിക്കവാറും ഒക്കെ വരുന്നത്, കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, കാര്യം ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ P ബ്ലോക്കിന്റെ ബാക്കി പഠിക്കാനുണ്ട്. അങ്ങനെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് കുറേ ചാപ്റ്റേഴ്സും അവിടെ വരുന്നത്. ഇതിൽ ഫസ്റ്റ് ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഒന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം, ഓക്കെ, ദെൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, ഈ ഒരു ചാപ്റ്റർ, ദെൻ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം. ഈ 4 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടെസ്റ്റിൽ എടുക്കുന്ന സമയത്ത് ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഈ 3 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, മാറി ഈ സെക്കൻഡ് ടെസ്റ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പി ബ്ലോക്കും ഹൈഡ്രജനൊക്കെ ചിലപ്പോൾ ഏതാണ്ട് ഒരേ ലെവലിലൊക്കെ ചോദിച്ച സമയങ്ങളുണ്ട്. സോ പക്ഷേ ഫസ്റ്റ് ടെസ്റ്റിന്റെ കേസിൽ ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ ഈസിയാണ് നമ്മുടെ +1 കെമിസ്ട്രി പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ബേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ് വരെ കെമിസ്ട്രി വളരെ പ്രയാസമായിട്ടിരുന്ന ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് +1 കെമിസ്ട്രി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലാംഗ്വേജ് ചിലപ്പോൾ ഒരു തുടക്കത്തിൽ ചെറിയൊരു പ്രശ്നം വരും. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ തന്നെ കുറെ വാക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വയ്യാതെ വരും. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചോദിച്ചാൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഏതൊക്കെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ എല്ലാ വാക്കുകൾക്കും നമുക്ക് മലയാളം ഇല്ല കേട്ടോ, അതുകൂടെ ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് വരണം. അപ്പൊ അങ്ങനെയും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ
ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് അത് ഞാൻ കെമിസ്ട്രി എന്നല്ല ഏതൊരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാലും അതിൽ ഇപ്പോൾ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ സയൻസാണ് പഠിക്കുന്നത്, അപ്പോൾ ആ വാക്കിന്റെ മലയാളം നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. അത് സിമ്പിൾ വാക്കുകളാണെങ്കിൽ കുഴപ്പമില്ല. സയന്റിഫിക് വേർഡ്സിന്റെ മലയാളം നിങ്ങൾ ചോദിക്കാൻ പാടില്ല. കാര്യം അതിന് മലയാളം ഇല്ലാത്ത പല വാക്കുകളും ഉണ്ട്. ഓക്കെ, സോ അതിനൊക്കെ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകൾ, സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മലയാളം എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ പറയുമ്പോഴത്തേക്കും അതിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞൊരു വാക്കാണ്. അതിൻ്റെയൊക്കെ മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, കാര്യം അങ്ങനെയുള്ള സയന്റിഫിക് വാക്കുകൾക്ക് മലയാളം ഇല്ല. അങ്ങനെ എല്ലാ ചാപ്റ്ററിലും ഉണ്ട് കേട്ടോ, എല്ലാ ടെസ്റ്റുകളിലും ഉണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ തന്നെ ഇതുപോലെയുള്ള വാക്കുകളുണ്ട്. അപ്പൊ എല്ലാ വാക്കുകളുടെയും മലയാളം തേടി നിങ്ങൾ പോകരുത്. അത് അതിന്റെ ഐഡിയ പഠിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് എന്നറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ മലയാളത്തിന്റെ കാര്യമില്ലല്ലോ, അത് തിരക്കി പോകേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഫുള്ള് മലയാളത്തിലേക്ക് പോകുന്ന ആ പരിപാടി പതുക്കെ നിങ്ങൾ തന്നെ കുറച്ച് കൊണ്ടുവരിക. പിന്നെ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. സ്വയം നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക, നിങ്ങളുടേതായിട്ടുള്ള വാക്കിൽ, നിങ്ങളുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ, അത് എന്ത് പൊട്ട ഇംഗ്ലീഷോ ആയിക്കോട്ടെ, ആ ഇംഗ്ലീഷിൽ കറക്റ്റ് സയൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ സയൻസ് നിങ്ങൾ എഴുതുക. അവിടെ ഈസോ വാസോ അതൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളത് എഴുതി ശീലിക്കുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വരും. അല്ലാതെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് വരണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത് ഒരു നോട്ട് നിങ്ങൾ എടുത്തു വെച്ച്, ഇപ്പോൾ സ്കൂളിലും ട്യൂഷൻ സെന്ററിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് വരുന്നതാണ്. അപ്പോൾ ആ നോട്ട്സ് അത് കൂടാതെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യം, ഇപ്പോൾ ഒരു നോട്ട്ബുക്ക്, പുതിയൊരു നോട്ട്ബുക്ക് എടുക്കുക, ഇപ്പോൾ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ടൈറ്റിൽ എഴുതുക. നമ്മൾ പഠിച്ച കാര്യം വളരെ സിമ്പിൾ ആയിട്ട്, ഇപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ പഠിച്ചു, എന്താണ് എന്ന് ഓർക്കുക. എന്താണ് ഞാൻ പഠിച്ച ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അത് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അതിനുശേഷം അതിനെ നിങ്ങൾ എഴുതി വെക്കുക. അതിലേതെങ്കിലും വാക്കുകൾ സംശയം ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ എഴുതി വെക്കുക. പിന്നീട് ഇങ്ങോട്ട് പഠിച്ച് വരും, ഓരോ ചാപ്റ്ററും പഠിച്ച് വരുന്ന സമയത്ത് ആ മലയാളത്തിൽ എഴുതി വെക്കുന്നത് നമുക്ക് കുറച്ച് കൊണ്ടുവരിക. അവസാനം ഇംഗ്ലീഷ് മാത്രം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ചാപ്റ്ററിന്റെ നോട്ട് തന്നെ നിങ്ങൾക്ക് ഒരു 3 പേജിന്റെ അകത്തൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് വെറും പോയിന്റ്സ് മാത്രം എഴുതി നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് സയൻസ് ആണ്, ഇംഗ്ലീഷ് അല്ല. സോ ഇപ്പൊ 2 മാർക്കിന് പല ആൾക്കാർ ചോദിക്കാറുള്ള ചോദ്യമാണ്, സാർ 2 മാർക്കിന് എത്ര എഴുതണം, ഇത്ര എഴുതണോ? അങ്ങനെ ഒരു കണക്കില്ല 2 മാർക്ക് എഴുതുന്നതിന്. 2 മാർക്കിനാണെന്നുണ്ടെങ്കിൽ അവിടെ 2 പോയിന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് 2 വാക്കുകളായിരിക്കും 2 മാർക്കിന്, ചിലപ്പോൾ 2 ഇക്വേഷൻസ് ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ 2 മാർക്കിന് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ വിത്ത് യൂണിറ്റ് എഴുതുന്നതിനാണ് 2 മാർക്ക്. അപ്പോൾ പലർക്കും ഡൗട്ട് വന്നു, 2 മാർക്കിന് മിക്കവാറും ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ചോദിക്കുന്ന 2 മാർക്കിന് 2 റിയാക്ഷൻ എഴുതാനായിരിക്കും. അപ്പോൾ 2 റിയാക്ഷൻ എഴുതിയാൽ 2 മാർക്ക് കിട്ടുമോ? അല്ലെങ്കിൽ ഇപ്പോൾ 3 മാർക്കിന് 3 റിയാക്ഷൻ എഴുതാനായിരിക്കും. അപ്പോൾ 3 റിയാക്ഷൻ എഴുതിയാൽ 3 മാർക്ക് കിട്ടുമോ? അതിൽ കുറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണ്ടേ? അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ എഴുതുന്നത് സയൻസ് ആണ്, കെമിസ്ട്രി ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അവിടെ കറക്റ്റ് ആ പോയിന്റ് എഴുതുന്നതിനാണ് മാർക്ക്. നിങ്ങൾക്ക് ആ കാര്യം അറിയാമോ, അതിന്റെ സയൻസ് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അല്ലാതെ എഴുതി നിറയ്ക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ വരുന്നില്ല. ഓക്കെ, സോ ഈ പറഞ്ഞത് ഇത്രയുമാണ് നമ്മുടെ +1 കെമിസ്ട്രിയിൽ ടോട്ടലി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഒരു ചാപ്റ്റേഴ്സിനെ പറ്റി ഒരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 2 ടെസ്റ്റ് ആയിട്ടാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, +1 2 ടെസ്റ്റ്, +2 ഇതുപോലെ 2 ടെസ്റ്റ്. +1 14 ചാപ്റ്റർ, +2 പക്ഷേ 16 ചാപ്റ്റർ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഓരോ ചാപ്റ്റർ ആയിട്ട് വളരെ പതുക്കെ നമ്മൾ സ്പീഡ് കുറച്ച് നമ്മൾ വളരെ പതുക്കെ പഠിച്ചു പോകുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് 50% കോൺട്രിബ്യൂഷൻ നിങ്ങളുടേത് വേണം. അതായത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ പഠിക്കണം. ഓക്കെ, അല്ലാതെ പഠിപ്പിച്ചു തരും, വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും. നിങ്ങൾ പഠിക്കുകയും വേണം, നിങ്ങൾ പഠിപ്പിക്കുകയും വേണം. അതാ ചെയ്യേണ്ടത്. നിങ്ങൾ പരസ്പരം പഠിപ്പിച്ച് അത് പഠിക്കണം. നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉറക്കെ വായിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, പതുക്കെ വായിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നടന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ
പഞ്ചേന്ദ്രിയങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എസ്പെഷ്യലി സയൻസ് പോലുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും പഞ്ചേന്ദ്രിയങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും എന്നുള്ളതാണ്. ജസ്റ്റ് മനസ്സിൽ വായിച്ച് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഉറക്കെ വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഈ ആക്ഷൻസ് ഒക്കെ കാണിച്ച് പഠിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആവും എന്ന നിലപാടാണ് എനിക്കുള്ളത് മാത്രമല്ല, അങ്ങനെയാണ് ശരിക്കും ഒരുപാട് പേര് അത് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് പഠിക്കാം. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കേണ്ടത് എന്ത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ സയൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഞാനിത് വീണ്ടും എടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ തപ്പിത്തടഞ്ഞ് വീണു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് എല്ലാ വർഷവും വരാറുള്ളതാണ്. ഈ എസ്പെഷ്യലി സയൻസ് സബ്ജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇംഗ്ലീഷിന് പ്രിഫറൻസ് കൊടുക്കണോ അതോ ഈ സയൻസിൽ പറയുന്ന വാക്കുകൾക്ക് പ്രിഫറൻസ് കൊടുക്കണോ എന്നുള്ളത്, അതിന് പ്രയോറിറ്റി കൊടുക്കണോ, മുൻഗണന കൊടുക്കണോ എന്നുള്ളത് ഡൗട്ട് വരും. നിങ്ങൾ ഇംഗ്ലീഷ് വിട്ടേക്കുക, നമുക്ക് സയൻസ് ആണ് വേണ്ടുന്നത്, കെമിസ്ട്രി ആണ് വേണ്ടുന്നത്. ഓക്കെ. പിന്നെ സ്പെല്ലിങ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു പ്രാവശ്യം ഇപ്പോൾ സ്പെല്ലിങ് എഴുതുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അതങ്ങ് കറക്റ്റ് ആക്കുക. ആ പ്രാവശ്യം അത് മനസ്സിലാക്കി ഓക്കെ തെറ്റി, പിന്നെ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ ആ സ്പെല്ലിങ് തെറ്റാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. ഓക്കെ. തുടക്കത്തിൽ എല്ലാത്തിൻ്റെയും സ്പെല്ലിങ് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ +1 കെമിസ്ട്രിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് ഓരോ അധ്യാപകരായിട്ട് പഠിപ്പിച്ച് തുടങ്ങും. നിങ്ങളെല്ലാവരും അത് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചു വന്ന പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ട് അതിനേക്കാളും കൂടുതൽ